നമ്മളെല്ലാവരും വിചാരിക്കുന്നത് വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ തുടങ്ങുന്നത് ലാബിലെ പരീക്ഷണങ്ങളിൽ നിന്നാണെന്നല്ലേ? പക്ഷേ സത്യമതല്ല. ഏതൊരു മികച്ച ഗവേഷണ പഠനവും തുടങ്ങുന്നത് ഡേറ്റയിൽ നിന്നല്ല, മറിച്ച് വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു പദ്ധതിയിൽ നിന്നാണ്. അതെ, ഒരു വലിയ കെട്ടിടം പണിയാൻ ബ്ലൂ പ്രിന്റ് എന്ന പോലെ ഓരോ മികച്ച കണ്ടെത്തലിനും പിന്നിൽ ഒരു ആശയപരമായ ബ്ലൂ പ്രിന്റുണ്ട്. അപ്പോൾ ശരിക്കും എവിടെ നിന്നാണ് ഒരു കിടിലൻ സ്റ്റഡി തുടങ്ങുന്നത്? മനസ്സിലൊരു അടിപൊളി ആശയം വന്നാൽ മാത്രം മതിയോ, അതോ അതിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ അത്ര തന്നെ ശക്തവുമാണ്. എല്ലാം തുടങ്ങുന്നത് ഒരു ബ്ലൂ പ്രിന്റിലാണ്. ഒരു കെട്ടിടം പണിയുന്നതിനോട് ഉപമിച്ച് ഗവേഷണത്തിന്റെ ഈ ആദ്യഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. കണ്ടെത്തലിന്റെ ബ്ലൂ പ്രിന്റ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ചെറിയ ആശയത്തെ എങ്ങനെ ഒരു മുഴുവനായ ഗവേഷണ പദ്ധതിയാക്കി മാറ്റാമെന്ന് നമ്മൾ ഓരോ ഘട്ടമായി പഠിക്കും. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യ ഭാഗം, കണ്ടെത്തലിന്റെ ബ്ലൂ പ്രിന്റ്. എന്താണ് ഈ പറയുന്ന ആശയപരമായ ഘട്ടം? ഇത് ശരിക്കും പറഞ്ഞ ഫീൽഡിലിറങ്ങുന്നതിന് മുൻപുള്ള നമ്മുടെ ഹോംവർക്ക് സെഷനാണ്. ഡാറ്റ ശേഖരിക്കുകയോ പരീക്ഷണങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും വായിക്കുകയും പുതിയ ഐഡിയകൾ കണ്ടെത്തുകയും ചെയ്യുന്ന ആ ഒരു ക്രിയേറ്റീവ് സ്പേസാണിത്. ഇവിടെയാണ് നമ്മുടെ പഠനത്തിന് ഒരു കൃത്യമായ ദിശാബോധം കിട്ടുന്നത്. ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പിലേക്കാണ്. ഗവേഷണത്തിനുള്ള ഒരു പ്രശ്നം കണ്ടെത്തുക. നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് ആ കെട്ടിടത്തിന്റെ തറക്കല്ല്. ഇത് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ മുകളിലോട്ട് എന്തു പണിതിട്ടും കാര്യമില്ല, അല്ലേ? കണ്ടില്ലേ, ഈ ഘട്ടം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണിങ്ങനെ പറയുന്നത്. ശരിയായൊരു ചോദ്യം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ ഗവേഷണവും ഒരുപക്ഷെ വഴിതെറ്റിപ്പോകാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വലിയ ആശയത്തെ ഗവേഷണം ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ചോദ്യമാക്കി മാറ്റുന്നത്? ഈ സ്റ്റെപ്പുകൾ നോക്കൂ. ആദ്യം നമുക്കിഷ്ടമുള്ള ഒരു വലിയ ടോപ്പിക് എടുക്കുന്നു. പിന്നെ അതിനെപ്പറ്റി മറ്റുള്ളവരെന്തു പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചു പഠിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ അതിനെ ചെറുതാക്കി ഫോക്കസ് ചെയ്ത് കൃത്യമായൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, സാഹിത്യാവലോകനം. നമ്മുടെ വീട് പണിയുന്നതിന് മുൻപ് ആ സ്ഥലമൊന്ന് സർവേ ചെയ്യില്ലേ? അതുപോലെയാണിത്. നിലവിൽ ആ വിഷയത്തെക്കുറിച്ച് എന്തെല്ലാം അറിവുകൾ ലഭ്യമാണെന്ന് നമ്മളൊന്ന് വിലയിരുത്തുന്നു. ഈ സ്ലൈഡ് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇത് ചുമ്മാ കുറേ പുസ്തകങ്ങൾ വായിക്കുന്ന പരിപാടിയല്ല. ഇത് ശരിക്കും ഒരു സ്ട്രാറ്റജിക് നീക്കമാണ്. മറ്റുള്ളവർ എവിടെയാണ് നിർത്തിയത്, എവിടെയാണ് വിടവുകൾ ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാനാണത്. ചുരുക്കി പറഞ്ഞാൽ, വീണ്ടും നമ്മൾ ചക്രം കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ. ഇനിയാണ് നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ ഏറ്റവും പ്രധാന ഭാഗം വരുന്നത്. അതായത് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കൽ. നമ്മുടെ പഠനത്തിന്റെ മൊത്തം ലോജിക്കും ഡിസൈനും അടങ്ങുന്ന മാസ്റ്റർ പ്ലാനാണിത്. ഈ ഉദ്ധരണി നോക്കൂ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ബ്ലൂ പ്രിന്റ് എന്ന ആശയം എത്ര കൃത്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സ്റ്റഡിയിലെ പല ആശയങ്ങളെയും വേരിയബിളുകളെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഫ്രെയിംവർക്കാണ്. ഒരു നട്ടെല്ല് പോലെയാണിത്. ഇവിടെ രണ്ട് തരം ഫ്രെയിംവർക്കുകളുണ്ട്. ഒന്ന് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. ഇത് ഓൾറെഡിയുള്ള ഒരു തിയറിയെ നമ്മുടെ പഠനത്തിന് അടിസ്ഥാനമാക്കുന്നതാണ്. മറ്റൊന്ന് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഇത് നമ്മൾ തന്നെ പല ആശയങ്ങളെയും കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു കസ്റ്റം പ്ലാനാണ്. ഒന്ന് റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങുന്നതുപോലെയും മറ്റേത് നമ്മുടെ അളവിന് തയ്പ്പിക്കുന്നതുപോലെയുമാണ്. ഓക്കെ, ഫ്രെയിംവർക്ക് റെഡി. ഇനി നമുക്ക് ഈ പ്ലാനിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതായത് കൃത്യമായ അളവുകളും കാര്യങ്ങളും ചേർക്കാം. അപ്പോൾ ലക്ഷ്യങ്ങളും പരികൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ, ലക്ഷ്യങ്ങൾ പറയുന്നത് നമ്മൾ എവിടെ എത്തണം എന്നാണ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്നാൽ പരികൽപ്പന എന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്താൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന വഴിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ഒരു ഗസ്സ്, പക്ഷെ വെറും ഗസ്സല്ല, പഠിച്ചുറപ്പിച്ച ഒരു ഗസ്സ്. നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും സ്മാർട്ടായിരിക്കണമെന്ന് പറയും. വെറുതെ എന്തെങ്കിലും നേടണം എന്ന് പറയുന്നതിന് പകരം അത് വ്യക്തവും അളക്കാവുന്നതും നേടിയെടുക്കാവുന്നതും പ്രസക്തവും സമയബന്ധിതവുമായിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെറും ആഗ്രഹങ്ങൾ ഒരു ആക്ഷൻ പ്ലാനായി മാറും. അപ്പോൾ നോക്കൂ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന്. ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങി വ്യക്തമായൊരു റിസർച്ച് പ്ലാൻ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ യാത്ര ഒന്നുകൂടി ഓർത്തു നോക്കാം. ആദ്യം ഒരു വലിയ ഇഷ്ടവിഷയം, അതിൽ നിന്നൊരു കൃത്യമായ ചോദ്യം, പിന്നെ നിലവിലുള്ള അറിവ് പരിശോധിക്കാൻ ഒരു സാഹിത്യ അവലോകനം, അതിനൊരു അടിത്തറ നൽകാൻ ഒരു ചട്ടക്കൂട്, പിന്നെ കൃത്യമായ ലക്ഷ്യങ്ങളും പ്രവചനങ്ങളും. ബൂം! നമ്മുടെ ബ്ലൂ പ്രിന്റ് റെഡി. ഇനി പണി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റ് റെഡിയാണ്. ഇനി ഒരു ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ സ്വന്തം ബ്ലൂ പ്രിന്റ് വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ഏത് ചോദ്യത്തിനായിരിക്കും ഉത്തരം തേടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ ലോകം മാറ്റുന്ന ആ വലിയ കണ്ടെത്തലിന്റെ തുടക്കം ആ ഒരു ചോദ്യത്തിലായിരിക്കും.